തകർന്നുവെന്നു നിനച്ച നാൾ തുണയായോനേ, നിന്നഴകാർന്ന കണ്ണാൽ എന്നെ കണ്ടതാലേ. തകർന്നുവെന്നു നിനച്ച നാൾ തുണയായോനേ, ആരും അറിയാത്ത എന്നെ നന്നായി അറിഞ്ഞ് തേടി വന്ന നല്ല ദേവനേ.
ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെസ്ട്രി പ്രയറോടുകൂടി നമുക്ക് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ നീ നോക്കി രക്ഷിക്കണമേ. ഞങ്ങൾക്കു നിന്റെ നാമത്തെ സ്തുതിപ്പാൻ തുണയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്നെ ആരാധിപ്പാൻ അവിടെങ്ങളിലായിട്ട് അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കാണുന്നതിനപ്പുറമായ ദൈവിക കൃപകളും പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടെ നിറച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്നെ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ ഇന്നത്തെ പകൽക്കാലം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയിൽ, ശുശ്രൂഷയിൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. ആദിയോടെ കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 21 പാടി ആരാധന ആരംഭിക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ 21. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ന്യായപ്രമാണപ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും.
നമുക്ക് ചേർന്ന് പറയാം: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിന് ഉള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങൾ, പഴയ നിയമ വേദഭാഗം, ലേഖനഭാഗം, സുവിശേഷം എന്നിവ നമുക്ക് വായിച്ചു കേൾക്കാം. ഒന്നാമതായി ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 127. സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം വായിക്കുന്നു. ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാൺമാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടതേ അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യൻ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു.
യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്ന് എടുത്തു വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നനായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല താൻ. ഇവിടെ പാഠം വായിച്ച് അവസാനിക്കും. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സകല സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിംഗലാദി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയും വിനയമുള്ള കർത്താവെ മനുഷ്യരെ കർത്താവിനെ നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനന്യാവും അസര്യാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെട്ടവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലേഖനഭാഗം വായിച്ചു കേൾക്കാം. ലേഖനഭാഗം. പാഠം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെ. എബ്രായർ 13-1 മുതൽ 6 വരെ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ 2-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള ദൈവത്തിന്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും
അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നാം വായിച്ചു കേട്ടത് യേശുക്രിസ്തുവിന്റെ ജീവനുള്ള സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നെന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവോ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സാറാഫുകളും നിന്നെ നോക്കിയിടവിടാതെ ആർക്കുന്നു. അപ്പോസ്തലൻ മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകൻ മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷി കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവ് ആയ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേക പുത്രനെയും ആശ്വാസ പ്രദനായ പരിശുദ്ധ ആത്മാവിനെയും ലോകത്തിലെല്ലാ ഇടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മശിഹായെ, നീ മഹത്വത്തിൻ്റെ രാജാവാകുന്നു. നീ പിതാവിൻ്റെ നിത്യപുത്രനാകുന്നു.
മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വേറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗ രാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധി കർത്താവാ, നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തേണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളേണമേ. കർത്താവേ, ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിച്ച് ഇരിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ലജ്ജപ്പെടരുതേ. കർത്താവിന്റെ സ്തുതിക്കായി കീർത്തനം 193 പാടാം. കീർത്തനം 193. ദൈവത്തിൻ പൈതലേ, നിന്റെ ജീവിതകാലമതിൽ ഓരോരോ ഭാരങ്ങളാലേ പാരം വലഞ്ഞിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ.
രോഗപീഡകളാലും മറ്റു പ്രയാസങ്ങളാലും മുറ്റും തളർന്നിടുമ്പോ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നിൻ പേർ ആയി കരുതുന്നുണ്ടവൻ. നിന്നോടെ പേർക്കിഹാലോകെ വന്നു മരിച്ചവനാ യേശുവിൻ വാക്കുകളെ നീ വിശ്വസിച്ചു സതതം. ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുമേൽ നിൻ പേർ ആയി കരുതുന്നുണ്ടവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടി ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനങ്ങളെ വായിച്ച് കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കി. നിന്റെ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴമായ ദർശനം നൽകുവാൻ, കൂടുതൽ പ്രചോദനത്തിന് കാരണമാകുവാൻ, കൂടുതൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഇടിയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് നിന്റെ കൃപ കൂടി ഇരുന്നാട്ട് അടിയൻ്റെ വായിലെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ എല്ലാ ചിന്തകളും നിലവിലും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതായ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടൊപ്പം നമുക്കും നമ്മുടെ വീടുകളിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ധ്യാന വിഷയം ക്രിസ്തീയ വിവാഹം, ഉടമ്പടിയുടെ അഥവാ ഉദാശയുടെ ആഘോഷം എന്നുള്ളതാണ്. ക്രിസ്ത്യൻ മാരേജ് സെലിബ്രേഷൻ ഓഫ് സാക്രമെന്റ്. സ്നേഹിക്കുവാൻ വേണ്ടി പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനായ സ്നേഹസ്വരൂപനായ ദൈവം അവരെ സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചു വേർതിരിച്ചു. സ്നേഹത്തിൻ്റെയും ജീവന്റെയും ആഴമായ സംസർഗം എന്ന ആഴമായ ദൈവിക പദ്ധതിയിലേക്കാണ് അവൻ അവരെ നിയമിച്ചാക്കിയത്. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടല്ല ഒരു ദേഹമത്രേ. ദൈവം അവരെ അനുഗ്രഹിച്ചു. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുകയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ക്രിസ്തു വിവാഹത്തിന്റെ അവസ്ഥയെ വീണ്ടും പുനർനിർവചിച്ച് അതിനെ ഒരു ഉടമ്പടിയുടെ അന്തസ്സിലേക്ക് ഉയർത്തി എന്ന് നാം മനസ്സിലാക്കണം. തൻ്റെ മണവാട്ടിയായ സഭയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ഭാര്യമാർക്ക് വിവാഹ ജീവിതം നയിക്കുവാനായി പ്രത്യേകമായ കൃപ ദൈവം തമ്പുരാൻ നൽകി. വിവാഹത്തിൻ്റെ അവസ്ഥയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും കരുതിയും ഒരുമിച്ച് പാർപ്പാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. ദൈവം അവരുടെ ബന്ധത്തെ അംഗീകരിക്കുന്നതിലൂടെ അവർ തമ്മിലുള്ള ബന്ധത്തിൽ കാണപ്പെടാത്തതും ദൈവികവുമായിട്ടുള്ള ചില മാനം കൈവരുവാനായിട്ടിടയായിത്തീരുകയാണ്.
അവർ കാണാത്ത നിഗൂഢമായ അനുഭവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, ശക്തീകരണം, ധൈര്യം ഒക്കെയും അവർക്ക് കൈവരുവാനായിട്ട് ഇടയായി. ഇത് ഒരുപക്ഷെ നവീകരണ ഉപദേശത്തിന്റെ സാധാരണ നിർവചനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ആശയമായി നമുക്ക് ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് വിവാഹം എന്നത് ഒരു കവനന്റ് ആണ്, ഒരു സാക്രമെന്റ് എന്ന് പലപ്പോഴും നമ്മൾ രേഖകളിൽ കാണാനായിട്ട് ഇടയായിരുന്നില്ല. എന്നാൽ നമ്മുടെ ലക്ഷണറി തയ്യാറാക്കിയിരിക്കുന്നത് CSI, CNI, മർദ്ധമ സഭകളെ ഉദ്ദേശിച്ചായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ കവനന്റ് ഓർ സാക്രമെന്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നാൽ തന്നെ സാക്രമെന്റ് എന്നുള്ള ആ ഉന്നതമായ കാഴ്ചപ്പാട് തന്നെയാണ് വിവാഹത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വാസ്തവമായ കാര്യം. വേദപുസ്തകം ദൈവത്തിന്റെ സഭയുമായുള്ള ബന്ധം വിവാഹവുമായിട്ട് ഉപമിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒത്തിരി അധികം പഴയ നിയമ വേദഭാഗങ്ങളെ പറയുവാനായിട്ടുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വരാനിരിക്കുന്ന ദൈവ പദ്ധതിയുടെ ഭൂമിയിലെ ദൃശ്യമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് വിവാഹം. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ തെളിവായ ഉപദേശത്തെ നാം എന്തുകൊണ്ട് കുറച്ചു കാണുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം തെളിവായിട്ട് വരികയാണ്. വിവാഹം ഒരു സാക്രമെന്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശുദ്ധ സ്നാനം എന്ന സാക്രമെന്റ് സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയെ സാധൂകരിക്കുന്നതായ ദൈവത്തിന്റെ കൽപ്പനയാണ്. അവർ ഇനി രണ്ടല്ല, ഒരു ദേഹമത്രേ. അതിനാൽ ദൈവം കൂട്ടിച്ചേർത്തവരെ വേർപിരിക്കുന്നത് ഒരു നാളും ന്യായമല്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഉത്തര ആധുനിക കാലഘട്ടത്തിൽ വിവാഹം എന്നതിന് വളരെയധികം നിർവചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീയും പുരുഷനും ദൈവമുമ്പാകെ എടുക്കുന്ന ഉടമ്പടിയിൽ ദൈവ സ്നേഹത്തിൽ അവരൊന്നായിത്തീരുന്ന ഒരു കൂദാശ അനുഭവത്തിന് പല മാറ്റങ്ങളും ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം എന്ന പദ്ധതി നിലനിർത്താനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ നിത്യമായ ഒരു പദ്ധതി, മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ്, ഒരു വലിയ കവനന്റാണ്, ഉടമ്പടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ വളരെ നന്നായി ആവിഷ്കരിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കാണപ്പെടുന്ന പ്രതീകമായിട്ട് ആവിഷ്കരിക്കുവാൻ, ആഘോഷിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാകുന്നു. നാം എല്ലാവരും അതിനായിട്ട് നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ചില ചിന്തകൾ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നാം വായിച്ച പഴയ നിയമ വേദപാഠം വളരെ ശക്തമായിട്ട് കാണുന്ന ഒരു ആശയം, ക്രിസ്തീയ വിവാഹം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഉദാശയാണ് എന്നുള്ളതാണ്. ക്രിസ്തീയ കുടുംബജീവിതം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഉദാശയാണ് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ഒരു ഉടമ്പടിയുടെ ബന്ധം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. ചില സഭകൾ ഇതൊരു വെറും ചടങ്ങ് മാത്രമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ വേദപുസ്തകം ശക്തമായിട്ട് പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം ഇത് നിലനിൽക്കുന്ന ഒരു ആയുഷ്കാല ബന്ധമാണ് എന്നുള്ളതാണ്. അതിനെ ഉറപ്പിക്കുന്നതായ ഉടമ്പടിയാണ് വിവാഹ ശുശ്രൂഷയിലൂടെ നടത്തപ്പെടുന്നത്. ഇതൊരു താൽക്കാലികമായ സംവിധാനമല്ല. ഇത് ഒരു ചടങ്ങ് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. പിന്നെയോ നിത്യമായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുടെ അനുഭവമാണ്, ആഘോഷമാണ്, ഉടമ്പടിയാണ് എന്നുള്ളതാണ് വിവാഹത്തിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബറീത്ത് എന്നുള്ള എബ്രായ പദത്തിൽ നിന്നാണ് ഉടമ്പടി എന്ന അർത്ഥം ലഭിക്കുന്നത്. ദൈവ മനുഷ്യനുമായി നടത്തുന്ന ഉടമ്പടിയുടെ ഒരു അടയാളമാണ്, കാണപ്പെടുന്ന അടയാളമാണ് വിവാഹം.
ഉൽപ്പത്തി 21:27 നമ്മൾ വായിക്കുമ്പോഴും അത് ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒട്ടേറെ തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ഉടമ്പടി എന്നുള്ള പദം, കവനന്റ് എന്നുള്ള പദം. ഉടമ്പടിയിൽ ദൈവം തന്റെ കർത്തവ്യം നിർവഹിക്കുന്നു, അതുപോലെ തന്റെ ജനത്തിൽ നിന്ന് ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള പ്രതികരണവും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം തന്റെ ഭാഗത്ത് ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ദൈവജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു വലിയ കാര്യങ്ങൾ. വിവാഹ ശുശ്രൂഷയിൽ പുരുഷനും സ്ത്രീയും എടുക്കുന്ന പ്രതിജ്ഞകൾ വെറും ചടങ്ങിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല പ്രത്യുത മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രതീക്ഷയോടെ ദൈവം തമ്പുരാൻ സാധുത നൽകുക എന്നുള്ളതാണ് വിവാഹ ശുശ്രൂഷയിൽ കൂടി കാണപ്പെടുന്നത്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും മാത്രമായി ചേർന്നല്ല വിവാഹം ക്രമീകരിക്കപ്പെടുന്നത്. അതിൻ്റെ മധ്യത്തിൽ ദൈവം അതിൻ്റെ കാരണഭൂതനായിട്ട് നിലനിൽക്കുന്നു. പ്രതീക്ഷയോടെ അവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു, പ്രതീക്ഷയോടെ അവരുടെ ഉത്തരവാദിത്വത്തിനായി കാത്തിരിക്കുന്നു, ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ ചിന്ത. അതുപോലെ പരസ്പരം എടുക്കുന്ന പ്രതിജ്ഞകൾ നിരന്തരം നിറവേറ്റുമെന്ന് ഭാര്യയും ഭർത്താവും പ്രതീക്ഷിക്കുന്നു. ദൈവം നൽകുന്നതായ പ്രതീക്ഷ പോലെ തന്നെ അവരിരുവരും തമ്മിൽ പ്രതീക്ഷിക്കുന്നു. പരസ്പരം ആ ഒരു പ്രതീക്ഷയോടെ നിലനിൽക്കുമ്പോഴാണ് വിവാഹ ബന്ധത്തിന് ആഴവും പരപ്പും ഉണ്ടാകുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ രക്ഷാകരവും നിഗൂഢവുമായ കൃപ പ്രതിഫലിക്കുന്നതായ ഒരു വിശുദ്ധ ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. അതുകൊണ്ട് ശുശ്രൂഷകൻ പറയുന്നത് ഇപ്രകാരമാണ്: അവിവേകമായോ നിസ്സാരമായോ ജഡ അഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. ആത്മീയമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനുള്ള കാണപ്പെടുന്നതായ മുഖാന്തരമാണ് വിവാഹ ശുശ്രൂഷ. ദക്ഷിണേന്ത്യ സഭ വിവാഹത്തെ ഒരു കൂദാശ എന്ന തലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാക്രമന്ത് എന്ന അർത്ഥതലത്തിൽ തന്നെ ഉടമ്പടിയെ കണക്കാക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. ക്രിസ്തീയ വിവാഹം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ കൂദാശയാണ്. അതിൽ ദൈവം തമ്പുരാൻ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി വാഗ്ദത്തം ചെയ്യുമ്പോൾ, മറുഭാഗത്ത് ഭാര്യയും ഭർത്താവും അവരുടെ ഭാഗം ഉത്തരവാദിത്വത്തോടെ വാഗ്ദത്തം ചെയ്യുന്നു. അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ദൈവത്തെ കാണുകയാണ്. പരസ്പരം ഉത്തരവാദിത്വം നിറവേറ്റുന്നത് കാത്തിരിക്കുന്നതായ ഭർത്താവും ഭാര്യയും അടങ്ങുന്നതായ കുടുംബജീവിതം വളരെ സുന്ദരമായ ഒരു പ്രതീക്ഷയും വിഭാവനവുമാണ് വേദപുസ്തകം വിവാഹത്തിന് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്, വിവാഹത്തിന്റെ ആത്മീയ മർമ്മം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ വിവാഹത്തിന്റെ ആത്മീയ മർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്താണ് വിവാഹം എന്നുള്ളത് ഒന്നുകൂടെ നിർവചനം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ വിവാഹത്തെ വളരെ ഉന്നതമായ അവസ്ഥയായി കണ്ടിരുന്നു. മറ്റ് ഏത് ജാതികളെക്കാളും ഏത് സമൂഹത്തെക്കാളും യഹൂദ സമൂഹം വിവാഹത്തെ വളരെ മാന്യമായി ഉന്നതമായി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരുടെ പണ്ഡിതരുടെ ഇടയിൽ വിവിധ ചിന്തകൾ വിവാഹമോചനത്തെ പറ്റി നിലനിന്നിരുന്നതായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അവയിലേക്ക് യേശു കർത്താവിനെ വലിച്ചിഴക്കുന്നതാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഷമായി സമൂഹം വളരെ കർക്കശമായ നിയമങ്ങളും ചട്ടങ്ങളും
വിവാഹത്തെക്കുറിച്ച് പാലിക്കുമ്പോൾ ഹിലേൽ സമൂഹം വളരെ സ്വതന്ത്രമായ രീതിയിൽ ഈ വിഷയത്തെ കണ്ടിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട്. ബോധപൂർവമായി ഭാര്യയെ ഉപേക്ഷിക്കുവാനും മറ്റൊരാളെ വിവാഹം ചെയ്യുവാനും കഴിയുകയില്ല എന്ന് കർത്താവ് വിമർശിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് പ്രത്യേകമായ ഒരു വിഷയമാണ്. യേശുക്രിസ്തുവിനെയും സഭയെയും സാദൃശ്യപ്പെടുത്തിയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വിവാഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കാണുന്നത് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമ്മുടെ നന്മ കണ്ടിട്ടല്ല, നമ്മെ സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കേണ്ടതിനായി വിവാഹത്തെ നിയമിച്ചതായ കർത്താവ് അതിനെ വിമോചിപ്പിക്കുവാനായിട്ടുള്ള ആശയത്തോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരൊരു ദേഹം അത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിവാഹ ബന്ധത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഒരു വീട് പണിയുന്നത് കല്ലുകൊണ്ടും തടി കൊണ്ടുമാണെങ്കിൽ ഒരു ഭവനം ചമിക്കുന്നത് ബന്ധങ്ങൾക്കുണ്ടാകും. വിവാഹ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ, കുടുംബജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ ഊഷ്മളമായ അനുഭവം കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് വായിച്ച ആ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് മലയാളത്തിൽ. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പരിഭാഷ അവൻ അവർക്ക് ഉറക്കം നൽകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉറക്കത്തിന് വേണ്ടി ആഗ്രഹിച്ച് വലയുന്നതായ അനേകരെ കാണാനായിട്ട് സാധിക്കും. ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഉറങ്ങുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് അവൻ തൻ്റെ പ്രിയർക്ക് അത് നൽകുന്നു എന്നുള്ളത് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. വിവാഹത്തിൻ്റെ ആത്മീയ മർമ്മത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പുറമേ കാണുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്ക് നിന്നും വ്യത്യസ്തമായി ആത്മീയമായിട്ട് വലിയ ആഴമായ ദർശനം വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു രാത്രിയിൽ വളരെയധികം ക്ഷീണിച്ച് ഒരു സത്രത്തിൽ ചെന്നുപെട്ടു. ആ സത്രത്തിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, എനിക്ക് ഇന്ന് രാത്രി കിടക്കുവാനായിട്ട് ഒരിടം വേണം. അപ്പോൾ ആ സത്രത്തിന്റെ ഉടമസ്ഥൻ ആ മനുഷ്യനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഇവിടെ അങ്ങനെ താങ്കൾക്ക് തരുവാനായിട്ട് ഒരിടമില്ല. വീണ്ടും ചോദിച്ചു, എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം തന്നാൽ ഞാൻ അവിടെ കിടന്നുറങ്ങിക്കൊള്ളാം, രാവിലെ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് പറയുവാനായിട്ടിടയായി. എന്നാൽ ആ സത്രത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല, വേണമെങ്കിൽ ഒരു മൃതദേഹത്തെ കിടത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഇടമുണ്ട്, അതിനടുത്തൊരു കട്ടിലുണ്ട്, അവിടെ വേണമെങ്കിൽ താങ്കൾക്ക് വിശ്രമിക്കാമെന്ന് പറയുവാൻ ഇടയായി. അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ആ സത്രത്തിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, എന്തെങ്കിലും മാറാരോഗം, പകർച്ചവ്യാധിയോ വല്ലമുള്ള ഒരു മൃതദേഹമാണോ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സാരമില്ല, അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആ രാത്രി അവിടെ വിശ്രമിച്ചു. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്, ഇതുവരെയും കിട്ടാത്തതായിട്ടുള്ള ഒരു ഉറക്കം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുവാനായിട്ടിടയായിത്തീരുന്നു. ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് ഇപ്രകാരമാണ്, നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ള
ഇടപെടൽ കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൃപയുടെ മുഖാന്തരങ്ങളിൽ കൂടി മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം അധ്വാനിച്ചാലും പ്രയത്നിച്ചാലും, എത്ര പണമുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും, ദൈവം നമുക്ക് അവൻ്റെ കൃപ നൽകിയില്ലെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വൃഥാവാകുന്നു എന്നുള്ളത് ഓർക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു വലിയ അർത്ഥം കൂടിയുണ്ട്, മർമ്മം കൂടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. കേവലം ശാരീരികമായ ലൗകികമായിട്ടുള്ള അർത്ഥത്തിനധികമായി ആത്മീയമായ അർത്ഥത്തെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ ഉടമ്പടിയിൽ, ഈ സക്രമത്തിൽ ശക്തമായി നിലനിൽക്കുവാനായിട്ട് സാധിക്കൂ. മൂന്നാമതായി, വിവാഹത്തെപ്പറ്റി സഭയുടെ അടിസ്ഥാന പ്രമാണം വിവാഹ ശുശ്രൂഷയുടെ മധ്യത്തിൽ കുറ്റക്കാരൻ കൂടിവന്ന ജനത്തോടും വിവാഹത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളോടും പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. വിവാഹം മാന്യമുള്ള അവസ്ഥയാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിച്ചു കേട്ടുവല്ലോ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാര്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നുള്ളതാണ്. അദൃശ്യമായ ദൈവകൃപ പ്രസരിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് കുടുംബം. ഇത് യാന്ത്രികമായിട്ടുള്ള ഒരു ബന്ധമല്ല, പരസ്പരം ഒന്നായിത്തീരുന്ന ഒരു ജീവന്റെ ബന്ധമാണ് വിവാഹം. പരസ്പരം ഒന്നായിത്തീരുന്ന ജീവന്റെ ബന്ധമായി വിവാഹത്തെ കാണുവാനായിട്ട് കഴിയണം. സഭയുടെ ഘടന വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് കുടുംബത്തെ പറ്റി പറയുവാനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പനും അമ്മയും കുട്ടികളും ഒന്നായിത്തീരുന്ന ഒരു സമീപനമാണ് കുടുംബത്തിന്റെ പ്രത്യേകത. എല്ലാവരും ഒരുപോലെ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമിച്ച് പാർക്കുന്നതായ വളരെ മനോഹരമായിട്ടുള്ള ഇടമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമാണ് കുടുംബം. ദൈവവും മനുഷ്യനും ചേരുന്നിടത്ത് മാത്രമേ ശക്തമായ ബന്ധങ്ങൾ ഉടലെടുക്കുവാനായിട്ട് സാധിക്കൂ. ദൈവത്തെ കൂടാതെയുള്ള ഒരു കുടുംബജീവിതത്തിനും നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലാത്ത കുടുംബജീവിതങ്ങളും ഭാവനകളും കാഴ്ചപ്പാടുകളും കാൽപ്പനികമാണ്. അതിനൊന്നും നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. കൊല്ലന്റെ ആലയിലെ ചുള്ളയിൽ കനലുകളോട് താതാത്മ്യപ്പെടുന്നതിലൂടെ മാത്രമാണ് ഇരുമ്പുകൾക്ക് മറ്റ് പല രൂപങ്ങളിലേക്ക് മാറുവാനായിട്ട് സാധിക്കും. നിരന്തരം ആ കത്തുന്ന കനലിനോട് ചേർന്ന് താതാത്മ്യപ്പെടുമ്പോഴാണ് രൂപം മാറുവാനായിട്ട്, രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ യഹോവയായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക്, രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്വഭാവവും വിശുദ്ധിയോടും നിരന്തരം താതാത്മ്യപ്പെടുവാൻ കഴിയുമ്പോൾ സമൂഹത്തിന്റെ വികലമായ കാഴ്ചപ്പാടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ദൈവം നമുക്ക് ഇടയായി തീരുമെന്നുള്ളതാണ്. നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളതല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കും. മറ്റു കുടുംബങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതല്ല നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തീയ കുടുംബങ്ങൾ അവർ പാർക്കുന്ന ഇടങ്ങളിൽ ദൈവരാജ്യത്തിന്റെ അനുഭവമുള്ളവരായി, ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ പ്രതീകങ്ങളായിട്ട് തീരുവാൻ കഴിയുമ്പോൾ കർത്താവ് നമ്മിൽ കൂടി നമ്മിൽ പ്രതീക്ഷ വെച്ച ഉടമ്പടിയിൽ താൻ പ്രതീക്ഷ വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാനായിട്ടിടയായി തീരുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തലിക വിശ്വാസ പ്രമാണത്തിൽ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു.
ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കെടുത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാനായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിപ്പാൻ അവിടത്തേക്ക് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കീർത്തനം 305 പാടാം. കീർത്തനം 305. വേട്ടയാലോ ദിയുഷ്ടിച്ച കാട്ടുമാൻ പോലെന്നു കുളിർവാനാദിയാം കൃപ തന്നെ ഞാൻ തേടുന്നു. ദാഹം കൊണ്ടുള്ളപ്പോരിഞ്ഞു ദൈവമേ, ഞാൻ എത്ര നാൾ ത്യാജനും ഏകാകിനി നിഴലുമായി ഹാസ്യപാത്രമാകും. എന്തിനിടി വെണ്ണാത്മാവേ ചേർന്നു നിൻ ദൈവത്തെ പാടി സ്തുതി നിൻ ജീവന്റെ നിത്യപുരാവിനെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ തലങ്ങളെ ദൈവസന്നിധിയിൽ വണക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇന്ന് നാം കേട്ട ദൈവവചനങ്ങളെ ഒരു പ്രാവശ്യം കൂടി ധ്യാനിക്കാം. മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിന് നൽകിയിരിക്കുന്ന ശാന്തിക്കും പ്രത്യാശയ്ക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവരഹസ്യങ്ങളുടെ കാണപ്പെടുന്ന മർമ്മമായി നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ആയിരിക്കാൻ ദൈവമേ അവിടെ നിധിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലും പ്രയാസത്തിലും നിരാശയിലും ഒക്കെ കടന്നുകൂടുന്ന കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. വലിയ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നാം കാണുന്നു. മഴയുടെ, മണ്ണിടിച്ചിലിൻ്റെ, ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കരിപ്പൂർ വിമാന ദുരന്തത്തിൽപ്പെട്ട്
മരണമടഞ്ഞ വ്യക്തികളുടെ കുടുംബങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. അനേക അപകടങ്ങൾ, ആപത്തുകളൊക്കെ ലോകത്തിൽ നടക്കുന്നു. അതിന്റെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ദുഃഖത്തിലിരിക്കുന്ന, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം സുരക്ഷിതമായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് ദൈവസന്നിധി വിനയത്തോടെ, താഴ്മയോടെ ആയിരിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ, ദേശത്തിന്റെ ഒക്കെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് രണ്ടാമത്തെ ലിത്താനെ നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷകളുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന്. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടി, ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടി, സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടി, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടി, മർത്തോമാ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, CSI സഭയുടെ എല്ലാ ബിഷപ്പന്മാർക്ക് വേണ്ടി, തോമസ് കെ ഉണ്ടൻ എന്ന നമ്മുടെ മഹാഇടവക ബിഷപ്പിന് വേണ്ടി, അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടി, അധികാരത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും, കഷ്ടപ്പെടുന്നവർക്കും, ദുഃഖിതർക്കും, മരിക്കാനായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും, വിശന്നിരിക്കുന്നവർക്കും, അനാഥർക്കും, വിധവമാർക്കും, പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരാടിയങ്ങളോട് സകല മനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അതിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന്, നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം, മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. ഇന്ന് ആരാധനയിൽ വിവിധ ഇടങ്ങളിലായി പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേക സന്തോഷത്തെ അറിയിക്കുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിൽ പലവിധമായ മാറ്റങ്ങളും പലവിധമായ അപകടങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നാം ആയിരിക്കുന്നു. സുരക്ഷിതമായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഇട നൽകുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ശക്തിയോ നമ്മുടെ പ്രഭാവം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നു നാം നിൽക്കുന്നത് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ താഴ്മയോടെ നമുക്ക് വന്ദിക്കാം, ദൈവത്തെ ആരാധിക്കാം. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക്
പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചു മുന്നേറാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പുതിയ ഒരാഴ്ച എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനാം ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.